നമസ്തേ. മതതീവ്രവാദികളായ SDPIക്കാരെ പിണറായി വിജയന്റെ പോലീസ് തീറ്റിപ്പോറ്റുന്നു എന്നത് അത്യന്തം ഞെട്ടലുളവാക്കുന്നതാണ്. സ്വന്തം പോലീസ് ക്യാന്റീൻ കാർഡ് SDPI സംസ്ഥാന നേതാവിന് നൽകിയ ആലുവ സ്പെഷ്യൽ ബ്രാഞ്ച് ASIക്കെതിരെ നടപടിയെടുത്തെങ്കിലും ഇത് ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? അന്വേഷണ വിധേയമായി അയാളെ സസ്പെൻഡ് ചെയ്ത് കേരള പോലീസ് തലയൂരാൻ ശ്രമിച്ചെങ്കിലും സംഭവം പോലീസിനെ വെട്ടിലാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ASI സലീമിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ASIയുടെ ക്യാന്റീൻ കാർഡ് ഉപയോഗിച്ച് ഷൗക്കത്ത് അലി ക്യാന്റീനിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയത് കുടുംബാംഗങ്ങളുടെ പേരിലായിരുന്നു. ഇതിൽ സംശയം തോന്നിയ ക്യാന്റീൻ ജീവനക്കാരനാണ് റൂറൽ SPയെ വിവരമറിയിച്ചത്. ക്യാന്റീനിൽ നിന്ന് വാങ്ങിയ TV ഗിഫ്റ്റാണെന്നായിരുന്നു ഷൗക്കത്ത് അലിയുടെ വാദം. എന്നാൽ ബില്ലിലെ വിവരം പുറത്തായതോടെ വാദം പൊളിഞ്ഞു. ഗുരുതര കൃത്യവിലോപമാണ് ഇയാളുടേതെന്ന് കണ്ടതിനാലായിരുന്നു സസ്പെൻഷൻ നടപടി. നോക്കൂ, എന്തൊരു വിരോധാഭാസമല്ലേ! രാജ്യം മുഴുവൻ നടക്കുന്ന റെയ്ഡുകളിൽ നിന്ന് SDPI PFI ബന്ധം ഓരോ ദിവസവും പുറത്തുവരുന്ന ഈ സമയത്തും കേരള പോലീസിന്റെ ക്യാന്റീനിലേക്ക് തന്റെ ഒഫീഷ്യൽ ക്യാന്റീൻ കാർഡ് നൽകി ഒരു മത തീവ്രവാദിയെ കയറ്റിവിട്ടേക്കുന്നു. ആരാണ് ഇത്ര ധൈര്യമായി അലംഭാവത്തോടെയുള്ള ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഇവർക്കൊക്കെ അനുവാദം നൽകുന്നത്? പോലീസിൽ ഇസ്ലാമിക ഭീകരരുമായി ബന്ധമുള്ളവർ പിടിമുറുക്കുന്നു എന്ന് തന്നെയല്ലേ ഇതിനർത്ഥം? നിരോധിക്കപ്പെട്ട ഭീകര സംഘടന പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടി SDPIയുടെ സംസ്ഥാന നേതാവ് ഷൗക്കത്ത് അലിക്ക് ടെലിവിഷനും മറ്റു സാധനങ്ങളും വാങ്ങാൻ പെരുമ്പാവൂരിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ASI ക്യാന്റീൻ കാർഡ് നൽകിയത് പോലീസിനെ മാത്രമല്ല, പിണറായി വിജയനെയും സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ് നിർത്തുന്നത്. തീർച്ചയായും ASI പല രഹസ്യ വിവരങ്ങളും SDPIക്ക് കൈമാറിയിരിക്കാനാണ് സാധ്യത. എന്തെല്ലാം വിവരങ്ങളാണ് ഇയാൾ കൈമാറിയിരിക്കാമെന്നതിൽ പോലീസിന് തന്നെ ധാരണയൊന്നുമില്ല. ഇത് പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുകയാണ്. തന്ത്രപ്രധാനമായ സ്പെഷ്യൽ ബ്രാഞ്ചിലെ പ്രധാന ഉദ്യോഗസ്ഥന് SDPI സംസ്ഥാന നേതാവുമായുള്ള ബന്ധമാണ് പോലീസിനെ ഇപ്പോൾ വലയ്ക്കുന്നത്. പോലീസിലെ പച്ചവെളിച്ച പ്രവർത്തനം സജീവമാണ്. പോലീസിലെ രഹസ്യങ്ങൾ ചോർത്തി നിരവധി സംഭവങ്ങൾ ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട്. ഹിന്ദു നേതാക്കളുടെ വിവരങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന് ചോർത്തി കൊടുത്ത പോലീസുകാർ വരെയുണ്ട്. കേരള പോലീസിൽ ഭീകരവാദ ബന്ധമുള്ളവർ നുഴഞ്ഞുകയറിയെന്ന് നേരത്തെ NIA കണ്ടെത്തിയതുമാണ്. പോലീസിലെ 873 ഉദ്യോഗസ്ഥർ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ടെന്ന റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് NIA കൈമാറിയിരുന്നെങ്കിലും ഇത് സംബന്ധിച്ച് ഇതുവരെയും നടപടിയൊന്നും പോലീസിൽ നിന്നുണ്ടായിട്ടില്ല എന്നത് എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? കേരളം ഇനി മത തീവ്രവാദികളായ SDPI PFIയുടെ കൈകളിലേക്കാണ് എന്ന് തന്നെയാണ്. കുറച്ച് ദിവസങ്ങളായുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. SDPI PFIക്ക് വേണ്ടി പണം പിരിക്കുന്നു. സംസ്ഥാനത്തിനകത്തും പല സ്ഥലങ്ങളിലും പല കാര്യങ്ങളും നടന്നിട്ടും അതിലൊന്നും കേരള സർക്കാരിന് യാതൊരു അറിവുമില്ലെന്ന് മാത്രമല്ല, ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്ത് കേരള മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വന്നിരുന്നു. SDPI പരിപാടിയാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു CPM പാർട്ടി കോൺഗ്രസ് നടന്നത്. കഫിയ ധരിച്ചെത്തിയ നേതാക്കളും പ്രതിനിധികളും CPMന്റെ മുസ്ലിം പ്രീണനത്തിന്റെ നേർക്കാഴ്ചയാകുന്നതാണ് നാം കണ്ടത്. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും, അതായത് പിണറായി വിജയനും MA ബേബിയും പ്രകാശ് കാരാട്ടും മുതൽ സമ്മേളന പ്രതിനിധികൾ ഉൾപ്പെടെ എല്ലാവരും പലസ്തീൻ ഹമാസ് വേഷമായ കഫിയ ധരിച്ചെത്തി. ചെറുത്തുനിൽപ്പിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും ചിഹ്നമായ കഫിയ അണിഞ്ഞ് പലസ്തീന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത് ആവേശകരമായ അനുഭവമാണെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. എന്തിനാണ് മുഖ്യന് മുസ്ലിങ്ങളോട് എത്രമാത്രം കടപ്പാട്? ഭീകരതയും അപകടവും മാത്രം പ്രൊമോട്ട് ചെയ്യാനുള്ള വർഗീയവാദികളുടെ കൂലിപ്പടയാളികളായി മാറുകയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നതിന് വേറെന്ത് തെളിവാണ് വേണ്ടത്? CPM പാർട്ടി കോൺഗ്രസിൽ ഹമാസിനു വേണ്ടി മോഡലാകുന്നവരും കഫിയ വിപണി ഒരുക്കുന്ന മുഖ്യമന്ത്രിയും തീവ്രവാദ ചിഹ്നവും ജിഹാദി ആയുധവുമായി ഹമാസ് കഫിയയ്ക്ക് പുതിയ ആഖ്യാനങ്ങൾ നൽകി തീവ്രവാദികൾക്കായി കോളേജ് ക്യാമ്പസുകളും യൂണിവേഴ്സിറ്റികളും അനുബന്ധ സാമൂഹിക സ്ഥാപനങ്ങളും ഔദ്യോഗികമായി തുറന്നു കൊടുക്കുകയാണ് എന്നത് സ്പഷ്ടമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിലവിൽ കഫിയ മുസ്ലിം തീവ്രവാദത്തിന്റെ ഉപകരണമാണ്. ഇതിന് മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഗൂഗിളിൽ തന്നെ തിരഞ്ഞു നോക്കാം. മുഖ്യമന്ത്രി ധരിച്ച വെളുപ്പും ചുവപ്പ് കലർന്ന കഫിയ PLOയുടെ ഒരു വിഭാഗമായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ദി ലിബറേഷൻ ഓഫ് പലസ്തീൻ എന്ന തീവ്രവാദ സംഘടനയുടെ പ്രത്യക്ഷ ചിഹ്നമാണ്. അവരുടെ നേതാവായ ലൈല ഖലീദാണ് 1969 അമേരിക്കൻ DWA എന്ന വിമാനം റാഞ്ചിയത്. മുഖ്യമന്ത്രി PFLPയുടെ ഔദ്യോഗിക ചിഹ്നമായ വെള്ള ചുമപ്പ് കഫിയ ധരിക്കുകയും പ്രചരിപ്പിക്കുകയും വഴി വർഗീയ ഭ്രാന്തിനെയും തീവ്രവാദത്തെയും സമാധാനമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കേരള ജനതയുടെ ഇടയിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. അടിമകളായ പാർട്ടി കേഡറുകൾക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാകുന്നില്ലെങ്കിലും
മുഖ്യമന്ത്രി ഔദ്യോഗിക പദവി ഉപയോഗിച്ച് അക്രമത്തെ മുഖ്യധാരയിലേക്ക് നയിക്കുക തന്നെയാണ് ചെയ്യുന്നത്. കഫിയ തീവ്രവാദികളുടെ വലയാണ്. സനാതനധർമ്മത്തിന്റെ നിറങ്ങളിലൊന്നായ കാവ്യ വസ്ത്രങ്ങൾ ക്ഷേത്ര ഉത്സവങ്ങളിൽ പോലീസിനെ കൊണ്ട് നിരോധിക്കാൻ ശ്രമിക്കുന്ന കേരള മുഖ്യമന്ത്രി ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് കഫിയ ധരിച്ച് CPM പാർട്ടി കോൺഗ്രസിന് വന്നത് അപ്പോൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? മതതീവ്രവാദികൾക്കൊപ്പം വലവീശി കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാമെന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ അത് നടക്കില്ല എന്ന് തന്നെ ഞങ്ങൾ പറയുന്നു. ഒരു തീവ്രവാദ സംഘടനകളെയും കേരളത്തിൽ വളർത്താമെന്ന് നിങ്ങൾ കരുതണ്ട. അത് മുളയിലെ നുള്ളുക തന്നെ ചെയ്യും.